ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ രാജ്യത്തെ LPG ഉപയോഗം നിയന്ത്രണത്തിലേക്ക്. തൽക്കാലം പ്രതിസന്ധിയില്ലെങ്കിലും ഹോട്ടലുകളിൽ LPG സിലിണ്ടറുകളുടെ കുറവുണ്ടാകുമെന്നും ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിനുള്ള നിയന്ത്രണം തുടരുമെന്നും കേന്ദ്രം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ രാജ്യത്തെ വാതക ലഭ്യത ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ 3-അംഗ സമിതി രൂപീകരിച്ചു. എണ്ണ കമ്പനി പ്രതിനിധികളുടെ സമിതിയാണ് രൂപീകരിച്ചത്. ഗാർഹിക സിലിണ്ടറുകളുടെ പൂഴ്ത്തിവെപ്പ് നിരീക്ഷിക്കുന്നുമുണ്ട്. ഇന്ത്യയിൽ തൽക്കാലം LPG ക്ഷാമം ഇല്ലെന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും LPG എത്തുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇന്ധന വരവ് നിലച്ചതോടെ ഗുജറാത്തിലെ സെറാമിക് ടൈൽ നിർമ്മാണ യൂണിറ്റുകളിൽ ചിലത് പ്രവർത്തനം നിർത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലും LPG ഇറക്കുമതിയിലും ഇന്ത്യയും പ്രതിസന്ധി നേരിടുകയാണ്. പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് ഇപ്പോഴുണ്ടാകില്ലെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. 8 ആഴ്ചത്തേക്കുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളും ക്രൂഡ് ഓയിലും ഇന്ത്യയിൽ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതിനാൽ തൽക്കാലം ഭയക്കാനില്ലെന്നും രാജ്യം വ്യക്തമാക്കി. പ്രതിസന്ധി മറികടക്കാൻ പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എണ്ണ ടാങ്കറുകളിൽ വന്നു തുടങ്ങി. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ രാജ്യത്ത് എണ്ണ ലഭ്യത ഉറപ്പാക്കാനാകുമെന്നാണ് സർക്കാർ പറയുന്നത്. പല രാജ്യങ്ങളിലും എണ്ണവില കൂടിയിട്ടുണ്ട്. അതേസമയം ഖത്തറിൽ നിന്നായിരുന്നു LPG, LNG വാതകങ്ങൾ കൂടുതലായി ഇറക്കുമതി ചെയ്തിരുന്നത്. ഈ മേഖലയിൽ പ്രതിസന്ധിയിലായതോടെയാണ് പാചകവാതക ഇറക്കുമതിയിൽ ചെറിയ ആശങ്കയുണ്ടാകുന്നത്.